എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോൾട്ട് ഓഡിയോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു TWS ആണ് എയർബേസ് ഗിയർപോഡ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോൾട്ട് ഓഡിയോ അതുപോലെ തന്നെ ഗിയർ പോഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നോക്കുവാണെങ്കിൽ ഒരു സൈഡിൽ ബോൾട്ട് ഓഡിയോ എന്നും മറ്റു സൈഡിൽ ഗിയർ പോഡിന്റെ ഫോട്ടോയും ആണ്. പുറകിൽ നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കോൾ ആൻഡ് മ്യൂസിക് കൺട്രോൾസ്, സിറി, ഗൂഗിൾ വോയിസ് അസിസ്റ്റൻസ്, നോയ്സ് ക്യാൻസലേഷൻ, ബ്ലൂടൂത്ത് വേർഷൻ 5.0, ബോത്ത് ഇയർബഡ്സ് മാസ്റ്റേഴ്സ്, സ്റ്റീരിയോ, കോളിംഗ് ആൻഡ് മൈക്ക്. എന്തായാലും മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് സെപ്റ്റംബർ 2021. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 5999 രൂപയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ബിഗ് ബില്യൺ ഡേയ്സിൽ 999 രൂപയ്ക്കാണ് ലഭ്യമായത്. ബിഗ് ബില്യൺ ഡേ കഴിഞ്ഞതോട് കൂടിയിട്ട് 1499 ആയിരുന്നു. ചില സമയങ്ങളിൽ നമുക്കിത് 1399 കാണാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതൊരു വൈറ്റ് കളറാണ്. ഇതല്ലാണ്ട് എന്തായാലും ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ രണ്ട് കളേഴ്സിൽ കൂടി എക്സ്ട്രാ ലഭ്യമാകും. മറു സൈഡിൽ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ബേസ്, ബിൽറ്റ് ഇൻ മൈക്ക്, ഡീപ് ബേസ് ആൻഡ് 3D അക്കോസ്റ്റിക്, 1 ഇയർ വാറണ്ടി, ബിൽറ്റ് ഇൻ മൈക്രോ വൂഫേഴ്സ്. ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പൊതുവെ എല്ലാത്തിലും ഒക്കെ എഴുതി വെച്ചേക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്കിതിനെ എടുത്ത് പറയാനും പറ്റത്തില്ല. എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ലെയറിൽ ഇരിക്കുന്നത് നല്ല പൊടി പിടിച്ചിരിപ്പുണ്ട്. പഴയ ഒരു പ്രോഡക്റ്റ് പോലാണ് ഫീൽ ചെയ്യുന്നത് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. അതിനകത്ത് ഒരു വാറണ്ടി കാർഡ് ഉണ്ട്, കൂടാതെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്. അത് മാറ്റുമ്പോഴത്തേക്ക് ഇത് രണ്ട് ബോക്സ്. ഇതിൽ ആക്സസറീസ് ബോക്സിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ടൈപ്പ് സി മിനി കേബിളും കൂടാതെ രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ്ഡ് വൈറ്റ് കളറോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നത്. ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ബോൾട്ട് ഓഡിയോ എന്ന് അവരുടെ ലോഗോ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് 4 LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. 25, 50, 75, 100 എന്നിങ്ങനെ ആ ഒരു കേസിന്റെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു LEDs. ഏറ്റവും അടിയിൽ നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് സി പോർട്ടും കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു കേസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് എക്സ്പോർട്സ് നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തീപ്പെട്ടി കൂട്, അതേ ഒരു ഫീൽ തന്നെയാണ് ആക്ച്വലി ഇവിടെയും നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. എന്നാൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ആണ് ഇതിന് നമുക്ക് ലഭ്യമാകുന്നു എന്ന് എവിടെയും തന്നെ അവർ എഴുതി വെച്ചിട്ടില്ല. പക്ഷേ 32 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും കൂടാതെ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ്സ് നമുക്ക് പ്ലേ ടൈം ലഭ്യമാകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു യൂസർ ഗൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇയർബഡുകൾ ചാർജ് ആകാനായിട്ട് 1.5 അവേഴ്സും ചാർജിങ് കേസ് ചാർജ് ആകാനായിട്ട് 1 അവർ എടുക്കും എന്നുള്ളത്. എന്തായാലും ഈ ഒരു കേസിന്റെ ബാറ്ററി ആയാലും ഇയർബഡുകളുടെ ബാറ്ററി ആയാലും ഈവൻ എത്ര mm ഡ്രൈവേഴ്സ് ആണെന്ന് പോലും പറയാത്തത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യമാണ്. സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ ഒന്നും തന്നെ ഇതിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയേണ്ട വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇനി കേസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ട് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ നമ്മുടെ കേസിന്റെ ഉള്ളിലും ആ ഒരു ഉള്ളമുണ്ട്. അതേപോലെ തന്നെ ഇയർബഡുകളാണെങ്കിൽ പോലും അതുപോലെ തന്നെയാണ് ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് ഇത് കാണാനായിട്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും പറകിൽ മുകളിലായിട്ടാണ് നമ്മുടെ ടച്ച് കൺട്രോൾ ഉള്ളത്. അതുപോലെ തന്നെ ബോൾട്ട് ഓഡിയോയുടെ ലോഗോ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അവിടുത്തെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതും നമുക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഒരു സിംഗിൾ ചാർജിൽ 8 മണിക്കൂറാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത്. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചെവിയിലിരിക്കും. അതിലൊന്നും വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ചാടുവാണെങ്കിലും ഓടുവാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ചെവിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ആ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട് ഇത് നമ്മൾ ചെവിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 എന്നാണ് നമ്മുടെ ഈ ഒരു യൂസർ ഗൈഡിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ബോക്സിന്റെ പറയിൽ എഴുതിയിരിക്കുന്നത് ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0 എന്നാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പെക്കിൽ എഴുതിയിരിക്കുന്ന പോലെ 5.1 ആയിരിക്കണം. റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ തന്നെയാണ്. കൂടാതെ IPX5ന്റെ ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങോട്ട് കേടാവത്തില്ല. എന്നാൽ ഒരു വർഷം നമുക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിക്ക് അയക്കാം. പക്ഷേ വാറണ്ടി എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക്
ഒരു വാറന്റിക്ക് അയച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ടാപ്പ് ചെയ്ത് ഹോൾഡ് വലുതിൽ പിടിക്കുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ടാപ്പ് ചെയ്ത് ഹോൾഡ് ഇടതിൽ പിടിക്കുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കൊക്കെ പോകുന്നതാണ്. അതുപോലെ തന്നെ ഇടതിൽ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറിയൊക്കെ വർക്ക് ആവുന്നതാണ്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ എയർബേസ് ഗിയർ പോഡ്സിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ്, ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു കോളിംഗ് പേർപ്പസിന് അല്ലെങ്കിൽ ടോക്കിംഗ് പേർപ്പസിന് വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ മൈക്ക് ക്വാളിറ്റി മതിയെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറുള്ള പ്രൊഡക്റ്റുകളിലേക്ക് പോകുന്നതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ലഭ്യമാകുന്നത്. അതിലൊന്നും വേറെ ഒരു സംശയവും വേണ്ട. ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് ട്രെബിൾ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ്. റിച്ച് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്. എന്നാൽ ഒരു 100% ഇടുമ്പോഴാണ് നമുക്ക് കുറച്ച് ലൗഡായിട്ട് കിട്ടുന്നത്. 50% നമ്മൾ ഇട്ടിട്ട് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നല്ല ലോയിലാണ് കേൾക്കുന്നത്. മേ ബി ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എല്ലാത്തിലും അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമ്മൾ എപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ ഈ 8 hours എന്ന് പറഞ്ഞ സിംഗിൾ ചാർജ് ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം നമ്മുടെ ആ ഒരു പ്ലേ ബാക്ക് ടൈമിനെ എഫക്റ്റ് ചെയ്യും. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല. 50% അല്ലെങ്കിൽ ഒരു 60% നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലൗഡോട് കൂടി കേൾക്കേണ്ടതാണ് ഏതൊരു ഇയർബഡ് വാങ്ങിച്ചാലും. ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയൊരു കാര്യം. എന്തായാലും മ്യൂസിക് ക്വാളിറ്റിക്ക് വേണ്ടി നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാമെന്നാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ. പിന്നെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആണ്. എന്നാൽ ഈ ഒരു ബോൾട്ട് ഓഡിയോയുടെ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങൾ വന്ന് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ ഡ്യൂറബിലിറ്റി എങ്ങനെ ഉണ്ടാ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വാങ്ങിക്കരുത്. കാരണം ലോ ലേറ്റൻസി മോഡോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു ലോ ലേറ്റൻസി അല്ലെങ്കിൽ ഗെയിം മോഡ് ഇതിനകത്ത് ഇല്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. പെർഫെക്റ്റ് അല്ല, നമുക്ക് പൊതുവേ ഈ ഒരു ലോ ലേറ്റൻസി ഉള്ള ഒരു പ്രോഡക്റ്റ് പോലും നമ്മൾ അത് ഓൺ ആക്കിയിട്ട് കളിക്കുമ്പോഴത്തേക്ക് പെർഫെക്ഷൻ കിട്ടുന്നില്ല. പിന്നെ പറയണോ നമ്മൾ ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് വെച്ച് കളിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഔട്ട്പുട്ട് എന്തായാലും അത്യാവശ്യം കളിക്കാൻ പറ്റുന്നേ പറയാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ബോൾട്ട് ഓഡിയോ എയർബേസ് ഗിയർ പോഡ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും ബൈ.